ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം നാടിന് സമർപ്പിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ 9 വർഷം കൊണ്ട് 33,101 കോടി രൂപ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടക്കില്ല എന്ന് ജനങ്ങൾ കരുതിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല വികസന പ്രവർത്തനങ്ങളും എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. ഇവിടെ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പദ്ധതികൾ എടുത്തു നോക്കിയാൽ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ചേർത്തലയിലും അരൂരിലും മാത്രമായി, ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമായി എത്രയെത്ര പദ്ധതികളാണ് ഈ 9.5 വർഷത്തിനിടയിൽ വന്നത്. നിലവിലുള്ള MLA ശ്രീ പ്രസാദ്, മിനിസ്റ്റർ ബഹുമാനിയായ ശ്രീമതി ദലീമ, അതിനു മുമ്പുള്ള MLA മാർ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീ ആരിഫ്, ശ്രീ തിലോത്തമൻ ഉൾപ്പെടെ കൂട്ടായ ഇടപെടലാണ് കഴിഞ്ഞ 9.5 വർഷം നടത്തി വന്നിട്ടുള്ളത്. കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടന്ന 2 മണ്ഡലമാണ് ചേർത്തലയും അരൂരും. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, ജനങ്ങളുടെ ആവശ്യത്തെ മനസ്സിലാക്കി ഇടപെടുന്ന 2 MLA മാർ, ചേർത്തലയിലെയും അരൂരിലെയും 2 MLA മാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2021 സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 4 വർഷം പൂർത്തിയായപ്പോൾ തന്നെ 100-ലധികം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ദിലീമ ജോജോ MLA, മുൻ MP AM ആരിഫ്, ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, തേക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PS സുധീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് 21.77 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് KRFB വഴിയാണ് ചേർത്തല അരൂർ നിയമസഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം പൂർത്തീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ ദീർഘനാളത്തെ ഒരാവശ്യത്തിന് ചേർത്തല MLA ആയിരുന്ന ശ്രീ P. തിലോത്തമനും അരൂരിൻ്റെ MLA ആയിരുന്ന ശ്രീ AM ആരിഫും ഒന്നിച്ചു നിന്ന് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിച്ച് അതിൻ്റെ ഭാഗമായി കിഫ്ബിയിൽ അതിനെ ഉൾപ്പെടുത്തി ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഞാൻ ഇരുവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. സഖാവ് AM ആരിഫ് ഇവിടെയുണ്ട്. തിലോത്തമൻ ചേട്ടന് അങ്ങനെ യാത്ര ചെയ്യാൻ അതിൽ പറ്റാത്ത തരത്തിൽ കിടപ്പായി പോയി എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യമാണ്. എങ്കിലും തിലോത്തമൻ ചേട്ടനെയും AM ആരിഫിനെയും ഈ നാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പാലത്തിൻ്റെ പണികളിലേക്കൊക്കെ കടക്കുമ്പോൾ നിരവധിയായ തടസ്സങ്ങൾ എല്ലാം കടന്നു വന്നു. അത്തരം ചില തടസ്സങ്ങളുടെ എല്ലാം ഒരു അവസരത്തിലാണ് ദലീമയും ഞാനുമെല്ലാം ഇതിൻ്റെ ചുമതലക്കാരായി വീണ്ടും എത്തുന്നത്. അതിൻ്റേതായ ഇടപെടലുകളൊക്കെ നടത്തേണ്ടി വന്നു. പലവരും ഞങ്ങൾ ഇവിടെ വന്നു. ഈ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം നിർമ്മാണ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് ഇതിലൂടെ അപ്പുറം ഇപ്പുറം കടക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമകരമായ കാര്യമായിരുന്നു. ഇവിടെ മഞ്ചപ്പനും ഞങ്ങളെല്ലാം കൂടി, മനോഹരനും ഞങ്ങളെല്ലാവരും കൂടി എത്രയോ തവണ ഇവിടെ എല്ലാം കണ്ടു. ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ നിരവധി തവണ വിളിച്ചുകൂട്ടി. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമുക്ക് ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നീങ്ങി. നമ്മുടെ മുമ്പിൽ ഇനിയും ചില തടസ്സങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും നമുക്ക് അതിമനോഹരമായൊരു പാലം യാഥാർത്ഥ്യമായി തീർന്നു എന്നുള്ളത്
ഈ നാട്ടുകാരുടെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ്.